ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് അവർ ജേണി ബ്ലോഗ്. ഇന്ന് നമ്മൾ എവിടേക്ക് പോകണം? ഇന്ന് നമ്മൾ പോണത് നയാഗര അതായത് കേരളത്തിന്റെ ഇന്ത്യയിലെ പറയാൻ ശരിക്കും വേണ്ടി അങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്. അതേപോലത്തെ ഒരു വാട്ടർഫോൾ ആണ് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനാണ് പോകുന്നത്. എന്തായാലും നയഗര അല്ല, ആൾക്കാർ വിശേഷിപ്പിക്കാറുണ്ട്. വീണ്ടും പറയാണ് കേരളത്തെ ഇന്ത്യയിലെ ഒരു ചെറിയൊരു തൃശ്ശൂർ ജില്ലയില് ചാലക്കുടിയിലാണ് അതിരപ്പള്ളി ഉള്ളത്. ഞങ്ങൾക്ക് ഏകദേശം ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ദൂരമുള്ളൂ. അപ്പോൾ മഴയാണ്, നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ പറയാം. ഇപ്പോൾ ഈ കാണുന്ന വയൽ ചില സ്ഥലം ഞങ്ങളുടെ പാടെന്ന് പറയും, ചില സ്ഥലം വയലെന്ന് പറയും. എൻ്റെ വീട്ടിൻ്റെ അടുത്താണ്, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. കുറ്റുമുക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. നെട്ടിശ്ശേരി പോകണ വഴി, അതായത് ഈ റോഡ് പോണത് മണ്ണുത്തിക്കാണ്. ഞങ്ങൾക്ക് മണ്ണുത്തി ബൈപ്പാസിലേക്ക് കയറാനുള്ള എളുപ്പ വഴിയാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ ആളുകൾ രാവിലെ വൈകുന്നേരം നേരമൊക്കെ വന്നിരിക്കും കേട്ടോ, സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഏരിയയാണ്. പണ്ടൊന്നും ഇവിടെ ഈ 2 സൈഡിലും മരങ്ങളുണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 സൈഡിലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. നല്ലൊരു ഏരിയ. വൈകുന്നേരമൊക്കെ ആളുകൾ വന്ന് നേരം പോക്കും പിന്നെ എക്സസൈസൊക്കെ ആയിട്ട് ആളുകൾ ഇവിടെ നിന്ന് സമയം കളയും. നല്ലൊരു സ്പോട്ടത്. ഇത് നെട്ടിശ്ശേരി ഏരിയയാണ്. കുറ്റുമുക്ക് ക്ഷേത്രം കഴിഞ്ഞിട്ട് മണ്ണുത്തി പോണ വഴിയിലാണ്. ഹായ് പറഞ്ഞ ഈ വണ്ടിയിൽ ഞങ്ങൾ അതിരപ്പള്ളിക്ക് പോകുന്നത് കേട്ടോ. ഈ വണ്ടി എപ്പോൾ എടുത്തിട്ടുള്ള വണ്ടി ഇനോവ. ഇപ്പോൾ എടുത്തിട്ടുള്ള 2008 മോഡൽ വണ്ടിയാണ്. ഇതിൽ ഞങ്ങൾ പോകണം. ഞങ്ങളിപ്പോൾ ദൂരയാത്ര പോകുന്നത് ആദ്യമായിട്ടാണ് ഈ വണ്ടി വാങ്ങിച്ചതിന് ശേഷം. കുറച്ച് ചില്ലറ പണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഇറക്കി ഇപ്പോൾ ഞങ്ങൾ അതിരപ്പള്ളിക്ക് ഇതിന് പോകാൻ വിചാരിച്ചു. ഇവിടുന്ന് ഇനി ഫാസ്റ്റ് ട്രാക്ക് എടുക്കണം. കാരണം ഫാസ്റ്റ് ട്രാക്ക് എടുത്ത് പോകുന്നതാണ് എപ്പോഴും ബെറ്റർ, അല്ലെങ്കിൽ എമൗണ്ട് കൂടും. അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് എടുത്തു. അതിൻ്റെ സ്റ്റിക്കറിൽ എടുത്തതിന് ശേഷം വില ഒട്ടിക്കണം. ഞങ്ങളങ്ങനെ പാലിയക്കര ടോൾ എത്തിയിട്ടോ. ഏകദേശം ടോളിൻ്റെ സ്ഥലത്തിൻ്റെ പേര് പാലിയക്കര എന്നാണ് കേട്ടോ. പാലിയക്കര ഏകദേശം ടോളിൻ്റെ അവിടേക്ക് എത്താറായി. ഇപ്പോൾ ഈ ഫാസ്റ്റ് ടാഗ് ഉള്ളത് കൊണ്ട് ഏകദേശം ഒരു 20-20 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നോക്കി ചെറിയൊരു കാടാണ്. എല്ലാ മൃഗങ്ങളുടെ ഫോട്ടോ അവിടെ പതിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അതാണ് മെയിൻ എൻട്രി. ഇവിടുന്ന് കുറച്ചാൾ നടക്കട്ടെ. ഏകദേശം തണുപ്പായതുകൊണ്ട് നമുക്ക് കിതപ്പൊന്നും തോന്നിയില്ല. കുറച്ച് കയറ്റുണ്ട്. നമ്മൾ വാട്ടർഫാളിൻ്റെ അവിടേക്ക് ഇറങ്ങി പോകുന്നത് കുറച്ച് ദുർഘടമായ വഴിയാണ്. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം ഇറങ്ങി പോകാൻ. പിന്നെ വെള്ളം ബോട്ടിൽ നമുക്ക് അലൗഡ് ഉണ്ട്. പക്ഷേ ഒരു ബോട്ടിൽ 30 രൂപ വാങ്ങിക്കും. റിട്ടേൺ ആ ബോട്ട് റിട്ടേൺ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ കാണിച്ചു കഴിഞ്ഞാൽ 10 രൂപ തിരിച്ചു തരും. ദുബായിലോ കാണുമ്പോൾ നല്ലൊരു സമയം നല്ല രീതിയിൽ പറ്റിയത് കൊടുക്കും. ഞങ്ങൾ വെള്ളച്ചാട്ടത്തിട്ട് ആസ്വദിച്ച് നല്ല രീതിയിൽ ആസ്വദിക്കുന്നു. സാധാരണ പോയിട്ട് സമയത്താണ് വലിയ തരത്തിലുള്ള നല്ല രീതിയിൽ കാണാൻ കണ്ട് ഇവിടെ 5:30 ദിവസം രാവിലെ 8 മണിക്ക് 5:30 ദിവസം ഇവിടെ തോന്നിട്ടായിരുന്നു 5-2 ദിവസം. 3 ക്ലോസ് മീൻസ് ടിക്കറ്റ് കിട്ടുക. 5 മണിക്ക് ടിക്കറ്റ് കിട്ടും. ഇവിടെ 5:30-6 നല്ല രസമാണ്. അതേ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും പോയി ആസ്വദിക്കുക. ഈ സമയം വേനൽക്കാലം വർഷക്കാലത്ത് ചില സമയത്ത് വർഷക്കാലത്ത് അമിച്ചിടും. കോവിഡ് നല്ലൊരു സമയമാണ്.
അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്നത് കേട്ടോ. ഉണ്ടല്ലേ തൃശ്ശൂർക്കാര അഹങ്കാരാണത്. അതിരപ്പള്ളി വാട്ടർഫാൾസ് ഞങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ചു വരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തൃശ്ശൂർക്ക് എത്തണമെങ്കിൽ 1.5 മണിക്കൂർ മതി. വൈകുന്നേരം ട്രാഫിക് ഉണ്ട്, ചിലപ്പോൾ സമയം കൂടും. നമ്മളെല്ലാം കഴിഞ്ഞത് പുറത്തേക്ക് പോകുന്ന വഴിക്ക് സ്ഥലങ്ങളൊക്കെ കറക്റ്റ് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. വൈൽഡ് ആനിമൽ ക്രോസിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിരപ്പള്ളി വാട്ടർഫാൾസ് കണ്ടിട്ട് തിരിച്ചു വരികയാണ്. നമുക്കൊന്നും ബോർഡ് കണ്ടപ്പോൾ നിർത്തി മാത്രം ചില സമയം കാണാൻ പറ്റും. ഇതിൽ അതിരപ്പള്ളി വാട്ടർഫാൾസ് കണ്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്ക് ആ വാട്ടർഫാൾസ് വെള്ളമാണ്. ഈ പുഴ നേരെ പോണത് ചാലക്കുടി പുഴയ്ക്കാണ്. അതങ്ങനെ ക്രോസ് ചെയ്ത് പോകും. അതിരപ്പള്ളി വാട്ടർഫാൾസ് ഒക്കെ ഇഷ്ടമായില്ലേ? കഴിഞ്ഞ വർഷം 2 വർഷം മുന്നേ നമ്മൾ 2 വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വന്നത്. മുന്നേ നമ്മൾ പലപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. നല്ല വൈബല്ല, നല്ല രസമുണ്ട്. ഈ നേരത്തെ വേണ്ട ഇവിടെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിരിക്കും. കൊണ്ടില്ലേ ഏകദേശം 6 മണിയാവാറുണ്ട് അല്ലേ? ഇത് സിൽവർ സ്റ്റോമാണ്. ഇവിടെ ഫീസ് ഭയങ്കര ഫീസാണ്. 900 രൂപയാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളത് ഒഴിവാക്കി. 900 എന്ന് പറയുമ്പോൾ 2 ആളാകുമ്പോൾ 1800 ആവും. മുന്നേ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അത് കാരണം ഇപ്രാവശ്യം കയറില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും ജസ്റ്റ് നിർത്തിയപ്പോൾ ഞങ്ങളങ്ങനെ ജസ്റ്റ് ഇപ്പോൾ വീട്ടിലെത്തിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തൊക്കെ അമർത്താനുള്ളത് അമർത്തുക. കൂടെ ബെൽ ബട്ടണോ അമർത്തുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിക്കുമ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ, ബൈ ബൈ.